ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു സ്പാനിഷ് ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു തക്കാളിയുടെ പകുതി മതി, കുരുമുളക് ചതച്ചത്, ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, പിന്നെ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, പിന്നെ നമുക്ക് സവാളയുടെ ഒരു പകുതി, ബട്ടർ വേണം, പിന്നെ സെലറി വേണം. ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് പാൻ ചൂടായി വരട്ടെ. അപ്പോഴത്തേനും നമുക്കൊരു പാത്രത്തിൽ 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇവിടെ 3 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ആ മഞ്ഞയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് അരിഞ്ഞു വെച്ചതാണ്. ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒന്ന് ബ്ലഫി ആയിട്ട് വരണം. നല്ലപോലെ ഇതുപോലെ അതൊന്ന് മിക്സായി വരട്ടെ. അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ആ സമയം നമ്മളെ പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ച് എടുക്കുക. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. ആ സമയം നമുക്ക് ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവുള്ളൂ, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതെല്ലാ ഭാഗത്തൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് ഒന്ന് ഇരിക്കുമ്പോഴത്തേന് ഇതുപോലെ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. ആ സമയം നമ്മൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തക്കാളി അരിഞ്ഞു വെച്ചതാണ്. നമ്മളെ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളെ മുട്ട ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അത് ഉടയാതെ പൊട്ടാതെ ഒന്ന് ഇതേപോലെ ഇപ്പോൾ അത് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചതുകൊണ്ട് നമ്മൾ അടി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരം ഇട്ട് വെക്കരുത്, ഓഫ് ചെയ്യുക. ഈ ചൂടത്ത് തന്നെ ഇരുന്നിട്ട് അത് വെന്തിട്ട് കിട്ടും. കണ്ടോ, കറക്റ്റ് വേവായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നമ്മൾ സെലറി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഓംലേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ കഴിക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ ഈ പാനിൽ തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് മെൽറ്റായി വരട്ടെ. അതിലേക്ക് നമ്മളൊരു 3 ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, വെറുതെ ഒന്ന് നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ടാട്ടോ. ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് പെട്ടെന്ന് എടുക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. രാവിലെ പോകുന്ന മക്കൾക്കൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുഞ്ഞു മക്കൾ ചില മക്കളൊന്നും കഴിക്കില്ല, അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.